ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ്. നമ്മുടെ BNSന്റെ സെഷൻ 2ലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ പബ്ലിക് സർവൻറ്റ് ആരാണ് എന്നുള്ള ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ചോദ്യം ഇതാണ്: കോടതിയുടെ ഒരു തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു കേസ് വന്നിരിക്കുകയാണ്. വഴിത്തർക്കമാണ് ഇവിടുത്തെ തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വഴിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, തിട്ടപ്പെടുത്തുന്നതിനായിട്ട് കോടതിയിലുള്ള വക്കീലിനെ കമ്മീഷണറായിട്ട് നിയോഗിക്കുന്നു. ഇദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല. ഇങ്ങനെ പോകുന്ന ഈ വക്കീൽ ഒരു പബ്ലിക് സർവൻറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. പലർക്കും ഉത്തരം എഴുതും എന്താണ്, ഇതൊരു പബ്ലിക് സെർവൻ്റ് അല്ല എന്ന് നമ്മൾ ഉത്തരം എഴുതും. അവിടെയാണ് നമ്മൾ നിയമം നമ്മൾ ഈ പറഞ്ഞ ബെയർ ആക്ട് മൊത്തത്തിൽ പഠിക്കേണ്ട ഏറ്റവും വാലും പഠിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു പബ്ലിക് സെർവൻ്റ് തന്നെയാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത്. അതിന് എങ്ങനെ ഉത്തരമായി കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ് കണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, എന്നാൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. ബേസിക് ആയിട്ട് പബ്ലിക് സെർവൻറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ അതെല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ അതാണ്. സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ശമ്പളത്തിന് പണിയെടുക്കുന്ന ആളുകൾ, സർക്കാരിൻ്റെ കമ്മീഷൻ പറ്റി പണിയെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിയമിക്കപ്പെട്ട ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാവരും തന്നെ പബ്ലിക് സെർവൻ്റ് ആണ് എന്നുള്ള ഡെഫിനേഷൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത്തരത്തിലുള്ള ആളുകളെ കണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ബേസിക് ഡെഫിനേഷനാണ്. നിങ്ങൾക്ക് സർക്കാർ ജോലിക്കാരനാണ് എന്ന് അത്യാവശ്യം തോന്നുന്ന ആളുകളെല്ലാം സർക്കാർ ജീവനക്കാരൻ തന്നെയാണ്. അതിനൊന്നും യാതൊരുവിധ തർക്കവുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് എന്നാലും ഒന്ന് നോക്കി നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞുള്ള ചോദ്യങ്ങൾ വന്നാൽ കൺഫ്യൂസ് ആകാണ്ടിരിക്കാൻ നമുക്കത് നോക്കി നോക്കാം. ഒന്നാമത്, പബ്ലിക് സർവൻറ്റ് മീൻസ് ഈ താഴെ പറയുന്നതിൻ്റെ അടിയിൽ വരുന്ന ആരെങ്കിലും ഒരാൾ. ഒന്നാമത്, എവരി കമ്മീഷൻഡ് ഓഫീസർ ഇൻ ആർമിയുടെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എല്ലാവരും തന്നെ. ജഡ്ജ്, ഓക്കെ, ജഡ്ജും അതുപോലെ തന്നെ ഈ സിമിലർ ആയിട്ടുള്ള പവർ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ. എന്താണ്? അഡ്ജുഡിക്കേറ്ററി പവേഴ്സ് ഫങ്ഷൻസ്, അഡ്ജുഡിക്കേഷൻ, നീതി നടപ്പാക്കൽ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഡിസ്ചാർജ് വെദർ ബൈ ഹിംസെൽഫ് ഓർ എ മെമ്പർ ഓഫ് എനി ബോഡി പേഴ്സൺ എനി അഡ്ജുഡിക്കേറ്ററി ഫങ്ഷൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട്. എവരി ഓഫീസർ ഓഫ് എ കോർട്ട് ഇൻക്ലൂഡിങ് ലിക്വിഡേറ്റർ, റിസീവർ ഓർ കമ്മീഷണർ. ഈ കമ്മീഷണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. കമ്മീഷണർ എന്ന് പറഞ്ഞാൽ എന്ത് കമ്മീഷണർ ആയിരിക്കും? ഇവിടെ കമ്മീഷണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടതിയിൽ നിന്ന് ഇതേപോലെ വക്കീലിനെ, ഏതെങ്കിലും ഒരു വക്കീലിനെ വിടുക, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ വിടുക. ഈ വക്കീൽ പോയിട്ടാണ് അവിടെ വഴിയുണ്ടോ, കാര്യമുണ്ടോ, സ്ഥലമുണ്ടോ, തർക്കം കറക്റ്റാണോ എന്നൊക്കെ പറഞ്ഞ് കോടതി നോക്കാൻ വിടുന്ന ഒരാളാണ് ഈ കമ്മീഷണർ. ലോണിൻ്റെ കേസിൽ, എല്ലാ കേസിലും അത്യാവശ്യം കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന ആളുകൾ പബ്ലിക് സർവൻറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. ഇയാൾ ഗവൺമെൻറ് നിയോഗിച്ചതല്ല, ഇയാളെ കോടതിയാണ് അവിടെ പോയി നോക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ പോലും അദ്ദേഹം പബ്ലിക് സർവൻറ്റിൻ്റെ അടിയിലാണ് പറയുന്നത്. എവരി ഓഫീസർ ഓഫ് കോർട്ട് ഇൻക്ലൂഡിങ് ലിക്വിഡേറ്റർ, റിസീവർ ആൻഡ് കമ്മീഷണർ. ഓക്കെ, ഇപ്പം റിസീവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിസീവറിനെ നിങ്ങൾക്ക് അറിയാം, അത് ജയറാമിൻ്റെ സിനിമയൊക്കെ ഉണ്ട്. അത് എന്താണ്, ഒരാളുടെ സ്വത്ത് ഹാൻഡിൽ ചെയ്യാൻ വേറൊരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അയാൾ അതൊക്കെ നോക്കി നടത്തി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകും. ലിക്വിഡേറ്റർ, ജപ്തി നടപടികൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കി പോകുന്ന ആളുകൾ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമുക്ക് അറിയാണ്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്മീഷണർ വെച്ചിട്ടുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവും. അതാണ് നമ്മളിവിടെ ആൻസർ ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് പോരുക. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. എവരി അസസർ ഓർ മെമ്പർ ഓഫ് പഞ്ചായത്ത് അസിസ്റ്റിംഗ് കോർട്ട് ഓർ പബ്ലിക് സർവൻറ്റ്. അസസർ ആരാണ്? അളവെടുപ്പ് നടത്തുന്ന ആൾ. അസസർ, മെമ്പർ മെമ്പർ ഓഫ് പഞ്ചായത്ത് അസിസ്റ്റിംഗ് എ കോർട്ട് ഓർ പബ്ലിക് സർവൻറ്റ്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ആരെ പറ്റിയിട്ടുണ്ട്? ആർബിട്രേറ്ററിനെ പറ്റിയിട്ടാണ്. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മധ്യസ്ഥക്കാരൻ. ആർബിട്രേഷൻ ആക്ട് പ്രകാരമാണ് ഇയാളുടെ നിയോഗം, ഇയാളെ അപ്പോയിന്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആർബിട്രേറ്റർമാരെ ഇതിൻ്റെ ഇടയിലാണ് കൊണ്ടുവരുന്നത്. എവരി ആർബിട്രേറ്റർ ഓർ അതർ പേഴ്സൺ whom any cause or matter has been referred for decision or report. കോടതിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കേസ് വരുമ്പോൾ അത് ആർബിട്രേഷന് കൊടുക്കും. ചിലപ്പോൾ അവർ തന്നെ ആവശ്യപ്പെടും ആർബിട്രേഷന് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ഒരു ആർബിട്രേറ്ററിനെ വെക്കണമെന്നുണ്ടാകും. അപ്പം
അല്ലെങ്കിൽ കോടതിക്ക് തന്നെ ഇതൊരു ആർബിട്രേറ്ററിനെ വെച്ച് തീർക്കേണ്ട പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്തരത്തിൽ അപ്പോയിന്റഡ് ആയിട്ടുള്ള ആർബിട്രേറ്റേഴ്സിന്റെ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യും, ഈ കേസ് മാറ്റി വിടും. അപ്പോൾ അതിൻ്റെ ആർബിട്രേറ്റർമാരെല്ലാം പബ്ലിക് സർവൻറ്റിൻ്റെ അടിയിലാണ് വരുന്നതെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എഫ് നോക്കാം. എഫിൽ പറഞ്ഞിരിക്കുന്ന എവറി പേഴ്സൺ ഹു ഹോൾഡ്സ് എൻ ഓഫീസ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഹീസ്, അതായത് ഇവിടെ പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ, ഒരാളൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് പ്രകാരം ബൈ വിർച്യൂ ഓഫ് ഇറ്റ് ഈസ് എംപവേർഡ് ടു കീപ് എനി പേഴ്സൺ ഇൻ കൺഫൈൻമെന്റ്. ഓക്കെ, പ്ലേസ് ഓർ കീപ് എനി പേഴ്സൺ ഇൻ കൺഫൈൻമെന്റ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും, നമുക്ക് ജയിലും ജയിലറും. ഓക്കെ, ജയിലിന്റെ ജയിലറായിട്ടിരിക്കുന്ന ജയിലിലെ ആളുകളെ കൺഫൈൻ ചെയ്യാൻ സാധിക്കും, മനസ്സിലാവും. പക്ഷെ അത് വളരെ സിമ്പിളാണ്, അത് മാത്രം മതി. സ്പെഷ്യൽ ഹോംസ്, ഒബ്സർവേഷൻ ഹോംസ്, ഇതൊക്കെ നടത്തുന്ന ആളുകളോ. സ്പെഷ്യൽ ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരെ കൊണ്ട് നേരെ ജയിലിലൊന്നും നടത്തില്ല. അപ്പോൾ ഇവന്മാരെ കൺഫൈൻ ചെയ്ത് വെക്കുന്ന സ്ഥലം സ്പെഷ്യൽ ഹോംസ്, ഒബ്സർവേഷൻ ഹോംസ്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ നടത്തുന്നതും അതിൻ്റെ ഹെഡായിട്ടുള്ള ആളുകളും അത്തരത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തായിട്ട് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഒഫൻസസ് പ്രിവെന്റ് ചെയ്യാനുള്ള ജോലികൾ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പ്രിവെന്റ് ഒഫൻസ് ഓർ ടു ഗീവ് ഇൻഫർമേഷൻ ഓഫ് ഒഫൻസസ്. അടുത്തായിട്ട് നമ്മൾ എച്ചിൽ നോക്കുന്ന ഈ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഗവൺമെന്റിന്റെ പെക്യൂണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പൈസയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ. അവർ നമുക്ക് വേണ്ടിയിട്ട് പൈസ സ്വീകരിക്കാൻ, പൈസ സ്പെൻഡ് ചെയ്യാൻ, അത് കീപ്പ് ചെയ്യാൻ, അതുപോലെ ഇതിനു വേണ്ടി സർവേ ചെയ്യാൻ, ഇതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ, അങ്ങനെ ടോട്ടലായിട്ടുള്ള ഗവൺമെന്റൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഈ എച്ചിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കാം, ഞങ്ങൾക്ക് സമയം കളയുന്നില്ല, അതുകൊണ്ടാണ്. എവരി ഓഫീസർ ഹൂ ഇസ് ഇൻ ഡ്യൂട്ടി ഓഫ് സച്ച് ടു ടേക്ക്, റിസീവ്, കീപ്പ് ഓർ എക്സ്പെൻഡ് എനി പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്, മേക്ക് എനി സർവേ, അസസ്മെന്റ് ഓർ കോൺട്രാക്ട്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് റവന്യൂ പ്രോസസ്സ്, പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, അതിൻ്റെ റിപ്പോർട്ട് മേക്ക് ചെയ്യാൻ, എല്ലാം റവന്യൂ ഇൻട്രസ്റ്റിലാണ് കേട്ടോ. ഓൺ എനി മാറ്റർ അഫക്റ്റിംഗ് ദ പെക്യൂണറി ഇൻട്രസ്റ്റ് ആണ്, പൈസയുടെ ഇൻട്രസ്റ്റ് ആണ് ഓഫ് ദ ഗവൺമെന്റ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ ഐഡിയ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതിലേക്ക് പോകും, കാരണം നമുക്ക് ചുമ്മാ ഒരുപാട് ഡെഫിനേഷനിൽ നിന്ന് കളയാൻ സമയമില്ല, നിങ്ങൾക്ക് തന്നെ അത് വായിക്കാം. എൻ്റെ കണ്ടന്റ് ഞാൻ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഐയുടെ അകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലായിട്ടൊന്ന് നോക്കാം. ഈ ഐയിൽ പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അല്ല ട്രഷറി, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാ ജോലികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താണ്, ടേക്ക്, റിസീവ്, കീപ്പ് ഓർ എക്സ്പെൻഡ് എനി പ്രോപ്പർട്ടി, മേക്ക് എനി സർവേ, അസസ്മെന്റ് ഓർ ലെവി എനി റേറ്റ് ഓഫ് ടാക്സ് ഫോർ എനി സെക്യുലർ കോമൺ പർപ്പസ് ഓഫ് ദ വില്ലേജ്, ടൗൺ, ഡിസ്ട്രിക്ട്, എന്താണ് നമുക്ക് തഹസീൽദാർ ഓഫീസ്, മുനിസിപ്പാലിറ്റി ഓഫീസ്, വില്ലേജ് ഓഫീസ് എല്ലാം അതിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റും. ടു മേക്ക് ഒതന്റിക്കേറ്റ്, കീപ്പ് എനി ഡോക്യുമെന്റ് ഫോർ അസർട്ടിങ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് എനി വില്ലേജ്, ടൗൺ ഓർ ഡിസ്ട്രിക്ട്. അവിടെ നമുക്ക് അടുത്ത് ജയിലിലേക്ക് പോയി നോക്കാം. ജയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ്. ഇലക്ഷൻ കമ്മീഷനും അതിന്റെ ബന്ധപ്പെട്ട ജോലികളാണ് പറയുന്നത്. എവരി പേഴ്സൺ ഹു ഹോൾഡ്സ് എൻ ഓഫീസ് ബൈ വിർച്വൽ ഓഫ് വിച്ച് ഈസ് എംപവർഡ് ടു പ്രിപ്പയർ, പബ്ലിഷ്, മെയിൻറ്റെയിൻ, റിവൈസ് ഇലക്ടറൽ റോൾ ഓർ കണ്ടക്ട് ആൻ ഇലക്ഷൻ ആസ് പാർട്ട് ഓഫ് ദ ഇലക്ഷൻ ഓർ പാർട്ട് ഓഫ് ആൻ ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന, അതിൻ്റെ ഇലക്ടറൽ റോള് പ്രിപ്പയർ ചെയ്യുന്ന, അതിൽ ചേഞ്ച് വരുത്തുന്ന, അല്ല ഇലക്ഷൻ നടത്തുന്ന, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഭാഗമായി തീരുന്ന അത്തരം സ്ഥാപനങ്ങളെല്ലാം ഇതിനിടയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻസ് ഒക്കെയാണെന്ന് ഇതിൻ്റെ അത് വരുന്നത്. ഞാൻ പറയാം, ഞാൻ നേരത്തെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ആ കമ്മീഷണർ ആരാന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും കറങ്ങി തിരിഞ്ഞൊക്കെ ആയിട്ട് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന ആളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പബ്ലിക് സർവൻറ്റ് ആ സച്ച് ഈസ് എ ബോർ ടോപ്പിക്. എല്ലാവർക്കും ഇതൊക്കെ എനിക്കറിയാം, ഇതുകൾ പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് കെ എന്ന് പറയുന്നത്. കെയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. കെയുടെ ഉള്ളിൽ വരുന്ന കാര്യം നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്. എന്താണ്, ഗവൺമെൻറ്റിൻ്റെ സർവീസോ പേയിലോ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷനെ പറ്റിക്കൊണ്ട് എന്തെങ്കിലും പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാവരും തന്നെ എന്തിൻ്റെ അടിയിൽ വരും? പബ്ലിക് സർവൻറ്റിൻ്റെ അടിയിൽ വരും. സാറേ ഈ ഒരു ഡെഫിനേഷൻ മാത്രം പോരാ, ഇതിൽ ഭയങ്കര എളുപ്പമായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ കമ്മീഷണറിൻ്റെ സാധനം തെറ്റിയതുപോലെ തെറ്റും. അതിൽ ഇനി തെറ്റാൻ സാധ്യതയുള്ള വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഒരാളെ നമ്മൾ ഒരു കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കോർപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ പോലെ എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കോർപ്പറേഷനായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനി എന്ന് തന്നെ പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണ്.
അപ്പോൾ ഇത് ബാങ്കിങ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിലേക്ക് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പയ്യനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് വഴിയല്ല അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരുത്തനെ നാട്ടിലൊരു പയ്യനെ അപ്പോയിൻറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ച് ബാങ്കിലുള്ളൊരു അപ്പോയിൻമെൻറ്റ് നടത്തുന്നു. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണ്. ദിസ് അപ്പോയിൻമെൻറ്റ് ഈസ് നോട്ട് ഡൺ ബൈ ദ ഗവൺമെൻറ് ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ ഇനി വേറൊരു ചോദ്യം, ഇതിൻ്റെ കൂടെ തന്നെ പോവുകയാണ് ഒരു ചോദ്യം കൂടെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പബ്ലിക് സർവൻറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, പക്ഷേ ഇയാളുടെ അപ്പോയിൻമെൻറ്റ് ഇല്ലീഗലായിട്ട് നടന്നതാണ്. ഇയാൾ ഇല്ലീഗലായിട്ട് ജോലിയിൽ കയറി പറ്റിയ ഒരാളാണ്. അപ്പോൾ ഇയാൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക് സർവൻറ്റ് കമ്മിറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ പബ്ലിക് സർവൻറ്റ് ഡെഫിനേഷൻ അടിയിൽ ഈ വ്യക്തിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അയാളെ പറ്റി ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? അതേപോലെ ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്ത ആളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? ഇതൊക്കെ വളരെ വാലിഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഓക്കെ ഗവൺമെൻറ് അല്ല അപ്പോയിൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഇല്ലീഗലാണ്, അതുകൊണ്ട് ഇതെന്താണ്, ഇത് പബ്ലിക് സർവൻ്റ് അല്ല എന്നൊക്കെ നമുക്ക് ഉത്തരം എഴുതാൻ തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ മാർക്ക് അങ്ങ് പോകും. ഓക്കെ, അടുത്ത അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് പറയുന്നൊരു കാര്യമാണ്, രണ്ടാമത്തെ അവിടെ കൊടുത്തിരുന്ന ഡെഫിനിഷനാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, ഇവർ പേഴ്സൺ ഇൻ സർവീസ് ഓർ പേ ഓഫ് ലോക്കൽ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അവരുടെ സർവീസിലോ പേയിലോ ഉള്ള ഒരാൾ. ഗവൺമെൻറ് ഈ ഡെഫിനിഷൻ കണ്ടോ, ഇത് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളതല്ല. ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് 31 ഓഫ് സെക്ഷൻ 3 ഓഫ് ജനറൽ ക്ലോസസ് ആക്ടിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ്. എന്താണ് ലോക്കൽ അതോറിറ്റിയുടെ ഡിസ്കഷനാണ്, എന്താണ് ഡെഫിനിഷനാണ് അവിടെ തന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന മുനിസിപ്പലോ ലോക്കൽ ഫണ്ടുകളോ ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ മുനിസിപ്പൽ അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ബോർഡുകളെയൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോക്കൽ അതോറിറ്റിയായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കത് ഈസിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ബൈ എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഒരു സ്റ്റേറ്റ് ആക്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 51% കൂടുതൽ ഇവർ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കും. അതാണ് ഈ പറഞ്ഞ ക്ലോസ് 45 സെക്ഷൻ 2 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷനിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, അവരുടെ സർവീസിലോ പേയിലോ ഉള്ള ആളുകൾ എന്തിൻ്റെ അടിയിൽ വരും എന്നാണ് പറയുന്നത്? അവരുടെ സർവീസിലും പേയിലും ഉള്ള ആളുകളെല്ലാം പബ്ലിക് സർവൻറ്റിൻ്റെ അടിയിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുക, ഇവിടെയൊക്കെ അപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള സംഭവം നമുക്ക് സംശയം വരും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ, അത് വായിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുക. ഈ എക്സ്പ്ലനേഷൻസ് ഇവിടെ പറയുന്ന എക്സ്പ്ലനേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചുള്ള. ഇത് വെച്ചിട്ടാണ് ചോദ്യം തരിക എന്ന് പറയുന്നത്. എ പേഴ്സൺ ഫാളിങ് അണ്ടർ എനി ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ മെയ്ഡ് ഇൻ ദിസ് ക്ലോസ് ആർ പബ്ലിക് സെർവൻറ്റ് വെദർ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓർ നോട്ട്. ഈ പറയുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിൽ നിയമിക്കപ്പെട്ട ആളുകൾ, അതിനിപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സൊസൈറ്റി, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻ ദ സർവീസ് ഓഫ് ആരാണ്, ഇൻ ദ സർവീസ് ഓഫ് ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവരുടെ സർവീസിലുള്ളവനാണ്. പക്ഷേ ഇവൻ്റെ അപ്പോയിൻമെൻറ്റിൽ ഗവൺമെൻറ്റിന് യാതൊരു റോളും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പോൾ എന്ത് ഉത്തരം എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അവൻ പബ്ലിക് സെർവൻ്റ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. whatever legal defect there may be in his right to hold that situation as a public servant. അവന് ലീഗൽ ഡിഫക്റ്റ് ഉണ്ട്, അവൻ്റെ അപ്പോയിൻമെൻറ്റ് ഇല്ലീഗലാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവൻ പബ്ലിക് സെർവൻ്റ് അല്ലാണ്ട് ആകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. എവറി പേഴ്സൺ ഹൂ ഈസ് ഇൻ ആക്ച്വൽ പൊസഷൻ ഓഫ് ദ സിറ്റുവേഷൻ ഓഫ് എ പബ്ലിക് സെർവൻറ്റ്, whatever legal defect there may be in his right to hold that situation, he is a public servant. അവൻ പബ്ലിക് സെർവൻ്റ് ആണ്. അവൻ ഇല്ലീഗലായിട്ട് കയറിയ പറ്റിയതാണെങ്കിൽ കൂടി അവൻ ആ ജോലി അപ്പോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ പബ്ലിക് സെർവൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എലക്ഷൻ. ഇവിടെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്താണ് എലക്ഷൻ? ഒരു ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ലെജിസ്ലേഷൻ അങ്ങനത്തെ ഒരു ബോഡീസിലേക്ക് നടത്തുന്ന എലക്ഷൻ ഓഫ് എലക്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സെലക്ടിങ് മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എലക്ഷൻസ് എന്നുള്ളതാണ് എലക്ഷൻ്റെ ഡെഫിനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു കൺസെപ്റ്റാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കോമൺ ഇൻറ്റൻഷനാണ്. കോമൺ ഇൻറ്റൻഷൻ കൂടെ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഡെഫിനിഷൻസ് അവസാനിക്കുകയാണ്. അപ്പോൾ കോമൺ ഇൻറ്റൻഷൻ്റെ ഡെഫിനിഷനിലൂടെ കിടക്കുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. നമ്മളൊരു 4 പേരിന്ന് ചേർന്ന് ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഒരു ക്രിമിനൽ ആക്ട് ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. 4 പേരുടെ ഇൻറ്റൻഷൻ അവനെ കൊല്ലുക. ഒരുത്തൻ കൈ പിടിച്ചു, വേറൊരുത്തൻ കൈ പിടിച്ചു, ഒരുത്തൻ കഴുത്തിൽ പിടിച്ചു തന്നു. ഞാൻ എന്ത് ചെയ്തു, കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് അവരെ പിടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ കത്തി എടുത്തു കുത്തി കൊന്നാൽ ഞാൻ ഒറ്റയ്ക്കാം. എന്നെ മാത്രം പണിഷ് ചെയ്താൽ മതിയോ? പോരാ. ഇവിടെ പണിഷ്മെൻറ്റ് കിടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പേർക്കും ലയബിലിറ്റി വരും. ഇതിനാണ് നമ്മൾ ജോയിൻറ്റ് ലയബിലിറ്റി എന്ന് പിന്നീട് വിളിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ്? 4 പേരും ലയബിളാകും. ഞാൻ കുത്തിക്കൊന്നതിന് ഞാൻ ലയബിളാകും,
ഈ കൈ പിടിച്ചവനും അവനാണ് കുത്തിക്കൊന്നത് എന്നുള്ള നിലയ്ക്ക് തന്നെ ലയബിളാകും. അവനും കൊലപാതക കുറ്റത്തിന് തന്നെ ലയബിളാകും. തലയ്ക്ക് പിടിച്ചവനും എല്ലാം കൊലപാതക കുറ്റത്തിന് തന്നെ ലയബിളാകും. അത് കോമൺ ഇൻറ്റൻഷൻ കാരണമാണ്. ജോയിൻ്റ് ലയബിലിറ്റിയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻറ്റൻഷനോട് കൂടി ഒരു ക്രിമിനൽ ആക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യുകയാണ്. അവിടെ ആക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരാൾ ചെയ്യുന്നതിന് എല്ലാവരും ലയബിളാകും. ഒരുത്തം കുത്തിയാൽ മതി, അത് ഇവരെല്ലാം കുത്തിയ പോലെ ലോ ട്രീറ്റ് ചെയ്യും. വായിച്ചു നോക്കിയേ, പിന്നെ ക്രിമിനൽ ആക്ട് ഈസ് ഡൺ ബൈ സെവറൽ പേഴ്സൺ, ഒരുപാട് പേര് ചേർന്നിട്ട് ഒരാളെ കുത്തിക്കൊന്നു. ഓക്കെ, ഇൻ ഫർദറൻസ് ഓഫ് എ കോമൺ ഇൻറ്റൻഷൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കൊല്ലാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, കുത്തിയത് ഞാനാന്നേ ഉള്ളൂ. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ഈസ് ലയബിൾ ഫോർ ദാറ്റ് ആക്ട്, ഇവരിൽ ഓരോരുത്തരും ലയബിൾ ആകും. സെയിം മാനർ ആസ് ഇഫ് ഇറ്റ് വെർ ഡൺ ബൈ ഹിം അലോൺ, അവൻ മാത്രമാണ് അത് ചെയ്തെന്നുള്ള നിലയ്ക്ക് ലയബിൾ ആകും. അതായത് ഞാൻ മാത്രമാണ് കുത്തിയെന്നുള്ള നിലയ്ക്ക് ഞാനും, കൈ പിടിച്ചവനും അവനാണ് കുത്തിയെന്നുള്ള നിലയ്ക്കും, അങ്ങനെ ഓരോരുത്തരും അവരാണ് ചെയ്തെന്നുള്ള നിലയ്ക്ക് അവർ ലയബിൾ ആകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇൻറ്റൻഷൻ്റെ അകത്ത്, ഈ കോമൺ ഇൻറ്റൻഷൻ അല്ല പബ്ലിക് സെർവൻ്റ് അകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പബ്ലിക് സെർവൻ്റ് ഇച്ചിരി എലാബറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് പോയിട്ട് ചുമ്മാ അങ്ങോട്ട് സമയം കളഞ്ഞില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആ എക്സ്പ്ലനേഷൻസും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോരുക. പിന്നെ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അത് വെച്ച് നമുക്ക് അത്യാവശ്യം എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു.